എത്ര നേരം ഞാൻ ജീവനോട് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഉദിച്ചുവരുന്ന തീകോളങ്ങൾ എൻ്റെ നാടിനെ കവർന്നെടുക്കുമ്പോൾ അതിലൊരുവളായി ഞാൻ പെടുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തുക്കളും ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു കുഞ്ഞുടുപ്പുണ്ട്, അതെൻ്റെ ചിന്നുവിന് കൊടുക്കണം. ഞാൻ ഈ കത്തെഴുതുമ്പോൾ പുറത്ത് പൊട്ടിത്തെറികളുടെയും വെടിവെപ്പിന്റെയും മരണഭീതി കൊണ്ട് ഓടുന്ന മനുഷ്യരുടെയും ശബ്ദം എന്നെ വല്ലാതെ ഇരട്ടുന്നു. എനിക്ക് ഈ കത്തെഴുതി പൂർത്തിയാക്കാൻ പറ്റുമോ അറിയില്ല. എനിക്ക് വേദനിച്ച എന്റെ അമ്മയ്ക്കും വേദനിക്കും. ആ അമ്മയുടെ മുന്നിൽ വെച്ച ആ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. എന്റെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ സാരമാക്കി കളഞ്ഞില്ലേ? എന്റെ അമ്മയുടെ മുന്നിൽ കിടന്ന് കൂത്തു തീർന്നിട്ടില്ല. എന്തിനാ നിങ്ങൾ എന്നെ ചുട്ടുപോന്നെ? നിങ്ങൾക്കറിയോ, എന്റെ അനിത്യ നല്ല കുറുമ്പി കൊച്ച് എന്നെ തല്ലും മാന്തും മുടി പിടിച്ചു വലിക്കും. പക്ഷെ എനിക്കിഷ്ടാട്ടോ. ഞാനില്ലാതെ ഒരു ദിവസം പോലും അവൾ അറിഞ്ഞില്ല. ഇന്നവള് അവളുടെ ചേച്ചി അന്വേഷിച്ച് നടക്കുന്നുണ്ടാവൂലേ? അവസാനമായി അവളെന്നെ നോക്കി നിൽക്കുമ്പോ അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ ചേച്ചിനെ ഒരിക്കലും ഉണരില്ലായിരുന്നു എന്ന്. ചേച്ചി தாண்டிடும் நகமென இவன் பாசமே
പരസ്പരം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ കുഞ്ഞു മനസ്സുകളോട് നിങ്ങൾ എങ്ങനെ ക്ഷമ ചോദിക്കും? നിന്റെ നേരെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകലുകളെ പോലും ഭയം കൊണ്ട് ഇരുണ്ടതായി മാറി. നിന്റെ പ്രതികാരങ്ങൾക്ക് ബലിയായത് ചിരിക്കുവാൻ മാത്രം അറിയാവുന്ന ഒരു തലമുറ കൂടിയാണ്. സ്നേഹം കൊണ്ട് നദികൾ ഒഴുക്കേണ്ടിടത്ത് നിങ്ങൾ രക്തം കൊണ്ട് നീർച്ചാലുകൾ ഉണ്ടാക്കി. അതിൽ നിന്ന് നിങ്ങൾ എന്ത് നേടി?